നമസ്കാരം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുമെന്ന ക്രിസ്തുനാഥന്റെ തിരുവചനം ജീവിതത്തിൽ സ്വീകരിച്ച് വിശ്വാസത്തിന്റെ ദീപശിഖയുമേന്തി ക്രിസ്തുയുഗത്തിന്റെ ആരംഭത്തിൽ തന്നെ ഭാരത മണ്ണിലെത്തിയ അപ്പോസ്തലനാണ് മാർ തോമാസ് ശ്ലീഹ. ഈശോയുടെ അരുമശിഷ്യരിൽ ഒരാൾ, അവിടുത്തെ തിരുമുറിവുകളിൽ നിന്ന് വിശ്വാസം ഏറ്റുവാങ്ങിയവൻ, ഗുരുവിന്റെ സ്നേഹം ചങ്കിലേറ്റുവാങ്ങിയ അരുമ ശിഷ്യൻ. ആ ശിഷ്യനാണ് ഭാരത മണ്ണിലെത്തി വിശ്വാസത്തിന്റെ വിത്ത് പാകിയത്. തോമാസ് ശ്ലീഹ ഭാരത മണ്ണിലെത്തിയത് ഉള്ളിൽ ജലിച്ചു നിന്ന വിശ്വാസത്തിന്റെ ദീപവുമായാണ്. താൻ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും വിരൽ തുമ്പോട് സ്പർശിക്കുകയും ചെയ്ത ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ് തോമാസ് ശ്ലീഹ ധീരസാക്ഷിയായി നമ്മുടെ മണ്ണിലെത്തിയത്. ഭാരത മക്കളിൽ വിശ്വാസത്തിന്റെ ദൈവം തെളിയിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. തോമാസ് ശ്ലീഹയുടെ തീഷ്ണ നിറഞ്ഞ ജീവിതത്തിൽ നമ്മുടെ പൂർവികർ ഏറ്റുവാങ്ങിയ വിശ്വാസമാണ് തലമുറകളിലൂടെ നമുക്കും കൈമാറി കിട്ടിയത്. നമ്മുടെ പൂർവികർ കത്തിച്ചാർന്ന വിശ്വാസത്തിന്റെ ദീപശിഖയെ തലമുറകളിലേക്ക് കൈമാറാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. ഭാരതത്തിന്റെ കിടാവിളക്കായി ശോഭിച്ച മാർ തോമാസ് ശ്ലീഹ ഈശോയുടെ അരുമശിഷ്യനാണ്. ജെറുസലേമിലേക്ക് പോകുവാൻ മടിച്ച മറ്റു ശിഷ്യന്മാർക്ക് ധൈര്യം പകർന്നുകൊണ്ട് ശ്ലീഹ പറഞ്ഞു, നമുക്കും അവരോട് കൂടെ പോയി മരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ധീരത ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളായ നമുക്ക് ഓരോരുത്തർക്കും അത്യന്താപേക്ഷിതമാണ്. സഭ പല പ്രശ്നങ്ങളുടെ ഇടയിൽ നട്ടം തിരിയുമ്പോഴും തിരുസഭയ്ക്ക് കരുത്തു പകരേണ്ടത് തോമാസ് ശ്ലീഹയുടെ മക്കൾ നാം ഓരോരുത്തരുമാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ധീരതയിലും പ്രാർത്ഥനയിലും സദാ സ്നേഹത്തിലും ആഴപ്പെട്ട് ധീരവിശ്വാസികളായി നമുക്ക് ജീവിക്കാം. പ്രതിസന്ധി ഘട്ടങ്ങളിലും ആപത്ഘട്ടങ്ങളിലും ക്രിസ്തുവിനെയും വിശ്വാസത്തെയും സഭയെയും തള്ളിപ്പറയുന്ന പുത്തൻ തലമുറയ്ക്ക് നടുവിൽ വിശ്വാസത്തിൽ വേരൂന്നി വളരുന്ന പുത്തൻ തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. തന്റെ ആഴമായ വിശ്വാസത്തെ സ്വന്തം ഹൃദയരക്തം കൊണ്ട് മുദ്രവെച്ച മാർ തോമാസ് ശ്ലീഹയെ പോലെ സകലത്തിന്റെയും പ്രശ്നത്തിന്റെയും നടുവിൽ തളരാതെ വിശ്വാസത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് മാർ തോമാ നസ്രാണികൾ എന്ന പേരിനെ അനർത്ഥമാക്കി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.